യദു തുടർഭരണം ഉറപ്പിക്കാൻ വേണ്ടി CPM ചില നിർണായക നീക്കങ്ങൾ നടത്തുകയാണ്. ഇതിനിടയിൽ നമുക്കറിയാൻ ട്രെൻഡ് എന്ന് പറയുന്നത് UDF ആണ് എന്നുള്ളത്. പക്ഷേ ഇത്തരം നിർണായക നീക്കങ്ങളിൽ ചുക്കാൻ പിടിക്കുന്നത് ബ്രിട്ടാസിൽ നിന്ന് മാറി നേരെ നികേഷ് കുമാറിലേക്കാണ്. നികേഷ് കുമാർ വരുമ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഭരണം വീണ്ടും മൂന്നാമതും CPMന്റെ കയ്യിൽ വരാൻ സാധ്യതയുണ്ടോ? നികേഷ് കുമാർ കഴിഞ്ഞ ഒരു വർഷക്കാലത്തോളമായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പാർട്ടിയുടെ ബൗദ്ധിക വിഭാഗത്തിൻ്റെ പ്രബലനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് AKG സെൻറ്ററിന് സമീപമുള്ള ഗവേഷണ കേന്ദ്രത്തിൽ അവിടെ ലൈബ്രറിയും വായനയും എഴുത്തും ഒക്കെയായിട്ട് അദ്ദേഹം ഒരുപാട് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM അല്ലെങ്കിൽ LDF നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്, ശക്തമായ CPM വിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതാണ്. അതായത് ഹിന്ദു പാർട്ടിയാണ് CPM എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം ഹൈന്ദവ വിഭാഗത്തിൽപ്പെടുന്ന ഈഴവരും SC/ST വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും ഒക്കെ ഏറ്റവും അധികം കൂടുതലായി വോട്ട് ചെയ്യുന്നത് CPMനാണ് കാലങ്ങളായിട്ട്. അതുപോലെ തന്നെ അതോടൊപ്പം ന്യൂനപക്ഷ വോട്ട് ബാങ്കും കൂടി ചേരുമ്പോഴാണ് CPMന് കേരളത്തിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ മന്ത്രിമാരുൾപ്പെടെ CPM നേതൃത്വം ഉൾപ്പെടെ പല വിധത്തിലുള്ള പ്രസ്താവനകൾ നടത്തുകയും അതുപോലെ തന്നെ സംഘപരിവാറിനോട് ചേർന്ന് നിന്നുകൊണ്ട് ബ്രിട്ടാസിൻ്റെ നേതൃത്വത്തിൽ PM ശ്രീ പദ്ധതി പോലെയുള്ള പദ്ധതികൾക്ക് സർക്കാർ കൈകൊടുക്കുകയും ചെയ്തതോടെ പിണറായി സർക്കാർ CPIM എന്നിവർ അല്ലെങ്കിൽ ഇത് രണ്ടും ന്യൂനപക്ഷ വിരുദ്ധമാണെന്നും അല്ലെങ്കിൽ സംഘപരിവാറിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് അധികാരത്തിൽ തുടരാൻ പണിപ്പെടുന്നവരാണെന്നും കേരള ജനത വ്യക്തമായി ഒരു ചിന്താധാരയുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് ഒരിക്കലും ഇനി പണ്ട് CPMനെ പിന്തുണച്ച ന്യൂനപക്ഷ വിഭാഗങ്ങൾ CPMന് പുറകെ പോകില്ല. അടിമകളായിട്ടുള്ള മാപ്പിള സഖാക്കൾ എന്ന് വിളിക്കപ്പെടുന്ന തീവ്ര ഇടതുപക്ഷ അനുഭാവികൾ മാത്രമാണ് CPMന് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുള്ളൂ. മറുവശത്ത് ബാക്കി എല്ലാ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരും സംഘപരിവാർ അധികാരത്തിൽ വരുന്നത് അല്ലെങ്കിൽ സംഘപരിവാർ ശക്തിപ്പെടുന്നത് എതിർക്കപ്പെടണമെന്ന് തീരുമാനിക്കുന്നവർ തീർച്ചയായിട്ടും ഈ കോൺഗ്രസിനൊപ്പം UDFനൊപ്പം നിൽക്കുള്ളൂ. അതൊരു വലിയ പ്രതിസന്ധിയാണ് CPMനെ സംബന്ധിച്ച്. അതായത് മുസ്ലിം വോട്ട് ബാങ്കിലുണ്ടാകുന്ന ചോർച്ച അത് CPMന്റെ അധികാര കേന്ദ്രങ്ങളെ കട്ടപുഴക്കാൻ ഉതകുന്ന വലിയ പ്രഹരശേഷിയുള്ള ഒന്നാണ്. ഏതാണ്ട് ഒരു 50-നടുത്ത് സീറ്റുകളിൽ ഈ ന്യൂനപക്ഷങ്ങളുടെ നിലപാട് അതിനിർണായകമായി മാറും കേരളത്തിൽ. അത് ഉറപ്പുള്ള കാര്യമാണ്, അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഇനി മറ്റൊരു വിഭാഗം നോക്കുക, ഹിന്ദു വോട്ട് ബാങ്ക്. ഹിന്ദു വോട്ട് ബാങ്കുകളിൽ വലിയൊരു വിഭാഗം പതിയെ BJPയിലേക്ക് പോവുകയാണ്. ശബരിമല വിഷയം അടക്കമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ചോർച്ച പിടിച്ചു നിർത്താൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടുകളേക്കാൾ കൂടുതൽ CPMന് പ്രബലമായുള്ളത് ഈഴവ വോട്ട് ബാങ്കും ഈ പറയുന്ന SC/ST വിഭാഗത്തിൽപ്പെടുന്ന ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആളുകളും ഒക്കെയാണ് CPMനെ താങ്ങി നിർത്തുന്നത്. സവർണ വോട്ട് ബാങ്ക് കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ അയ്യപ്പ സംഗമം പോലുള്ള പരിപാടികൾ നടത്തി ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു ഹിന്ദു ലൈനിലേക്ക് CPM ഇറങ്ങി നോക്കി. പക്ഷെ അവിടെയും BJPക്ക് തന്നെയായിരുന്നു മേൽക്കൈ. അതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് ബാങ്കിന് ക്ഷതം സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ CPM ജയിക്കണം അല്ലെങ്കിൽ CPM ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരു വോട്ട് ഷിഫ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് ബാങ്ക് താഴെ പോകേണ്ടതാണ്. ഇത് BJPക്ക് ഉയർച്ചയും ഉണ്ടായില്ല, താഴ്ചയും ഉണ്ടായില്ല. എവിടെയാണോ BJP ഉണ്ടായിരുന്നത് അവിടെ തന്നെ കറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ CPMന്റെ ഈ രണ്ട് അജണ്ടകളും പാളിയിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്കും ഹിന്ദു വോട്ട് ബാങ്കും വ്യാപകമായ തോതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഇടതു ഭരണം ഇനി ഇവിടെ ഉണ്ടാകേണ്ട എന്ന തരത്തിൽ CPMകാർക്കുള്ളിൽ പോലും ഒരു വലിയ വികാരമുണ്ട്. അത് ഞാൻ പറയുന്നത് അടിമ അന്തം ടീമിനെയല്ല, അല്ലാതെ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എന്നാൽ CPM ഇവിടെ ഭരിക്കേണ്ടതില്ല, ഇനിയും ഭരിച്ചാൽ ബംഗാൾ പോലെയാകും, CPMന്റെ സർവനാശമായിരിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവരും ഇപ്രാവശ്യം CPMനെ കൈയൊഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ CPMനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച് ജനങ്ങളിലേക്ക് ആശയങ്ങൾ എത്തിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയും ഈ മുഖ്യധാര മാധ്യമങ്ങളാണെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയ പ്രചാരണത്തിനുള്ള സംവദിക്കാനുള്ള മാർഗം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷ്വൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ അതൊന്ന്, രണ്ട് പൊളിറ്റിക്കൽ അജണ്ടകൾ സെറ്റ് ചെയ്ത് നടപ്പാക്കുന്ന രീതികൾ, ഈ രണ്ട് മേഖലകളിലും അഗ്രഗണ്യനാണ് നികേഷ് കുമാർ. പണ്ട് സോളാർ വിഷയമുണ്ടായ സമയത്ത് നിയമസഭയിൽ ഒരു ചോദ്യമായി ഉന്നയിക്കപ്പെട്ട സോളാർ തട്ടിപ്പ് ഇന്ന് അതിനുശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ഒരു സ്കാമായിട്ട്, ഒരു പെണ്ണ് കേസായിട്ട്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തുടർഭരണം ഇല്ലാതാക്കുന്ന ഒരു രാഷ്ട്രീയ വാളായിട്ട് മാറ്റിയെടുത്തത് MV നികേഷ് കുമാർ എന്ന മാധ്യമപ്രവർത്തകനാണ്. 46 ദിവസം റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രൈം ടൈം ചർച്ച ഉൾപ്പെടെ 24 മണിക്കൂറും പോകുന്ന വാർത്തകൾ ഈ സോളാർ വിഷയം മാത്രമായിരുന്നു. അന്ന് റിപ്പോർട്ടറും കൈരളിയുമാണ് ഈ വിഷയം ആളിക്കത്തിച്ചത്.
മറ്റൊരു ചാനലുകളും അത്ര പ്രാധാന്യം തുടക്കത്തിലെ വിഷയത്തിൽ കൊടുത്തിരുന്നില്ല. പക്ഷേ CPM-ൻ്റെ അജണ്ടകൾക്കനുസരിച്ച് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ സംഭവിക്കുന്ന അതേ കാര്യം അന്ന് ഉമ്മൻചാണ്ടി കേസിൽ റിപ്പോർട്ടറിന് വേണ്ടി നികേഷ് കുമാർ ചെയ്തതാണ്. അപ്പോൾ അത്രയും വലിയ രീതിയിൽ കേരളത്തിലെ അജണ്ടകൾ മാറ്റി എഴുതിയ ചരിത്രമുള്ള ആളാണ് MV നികേഷ് കുമാർ. അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെട്ട ഐസ്ക്രീം പാർലർ കേസ്, പഴയ ഇപ്പം കേസില്ല, പക്ഷെ അന്ന് ആ കേസിന് പിന്നിലും ചുക്കാൻ പിടിച്ച് ലീഗിനെതിരെ വലിയ തോതിലുള്ള ഒരു പൊതുവികാരം ഉണ്ടാക്കിയെടുക്കുന്നതിൽ വിജയിച്ച ഒരാളാണ് MV നികേഷ് കുമാർ. അതിനുശേഷം കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച് തോറ്റു. കുഞ്ഞാലിക്കുട്ടി ഒരിക്കലും തോൽക്കില്ല എന്ന് കരുതിയിടത്ത് കുഞ്ഞാലിക്കുട്ടിക്ക് തിരിച്ചടിയുണ്ടായി. അപ്പോൾ അത്രയും വലിയ പൊളിറ്റിക്കൽ അജണ്ടകളും പൊളിറ്റിക്കൽ ഗെയിമുകളും നടത്തി പരിചയമുള്ള, കേരളത്തിൽ എവിടെ അടിച്ചാൽ കൊള്ളുമെന്ന് അറിയുന്ന ആൾ തന്നെയാണ് MV നികേഷ് കുമാർ. അപ്പോൾ ബ്രിട്ടാസിനെ സംബന്ധിച്ച് ഇനി ബ്രിട്ടാസ് നേതൃത്വത്തിലേക്ക് വന്നാൽ ന്യൂനപക്ഷങ്ങളിടയും, കാരണം ഇപ്പോൾ തന്നെ ബ്രിട്ടാസ് ബ്രിഡ്ജാസായി മാറിയിട്ടുണ്ട്. PM ശ്രീ പദ്ധതിയുടെ പാലമായി എന്ന് പറഞ്ഞതോടെ വിശ്വാസം നഷ്ടപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും നികേഷ് കുമാർ ഇപ്പോഴും വിശ്വാസ്യതയുള്ള, അതായത് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന ലേബലും കൂടി ഉള്ളത് കൊണ്ട് കുറെ കൂടി അജണ്ടകൾ നടപ്പാക്കാൻ കഴിയുന്ന ആ തരത്തിൽ പാർട്ടിക്ക് വിശ്വാസമുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നികേഷ് കുമാറിന് ഉള്ള ചുമതല എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ പാർട്ടിയുടെ ആശയങ്ങൾ പ്രധാനമായി പ്രചരിപ്പിക്കുക. ഇപ്പോൾ CPM നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭരണവിരുദ്ധ വികാരത്തെ അനുകൂലമാക്കി മാറ്റുക. മുമ്പ് നിപ്പ, പ്രളയം, അതുപോലെ കൊറോണ ഒക്കെ വന്ന സമയത്ത് ഈ പിണറായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രളയം വന്നതുപോലും മണിയാശാൻ ഡാം തുറന്നു വിട്ടിട്ടാണെന്ന് ഇപ്പോൾ പിള്ളേർ പറയും, ഇപ്പോൾ എല്ലാവരും പറയും. പക്ഷെ അന്ന് അത് സ്വാഭാവികമായുണ്ടായ ഒരു ദുരന്തമായിരുന്നു. അങ്ങനെ അതിനെ പ്രകടിപ്പിച്ച് അതൊരു പൊളിറ്റിക്കൽ ഡ്രാമയാക്കി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകുന്നേരം എല്ലാ ദിവസവും വാർത്താ സമ്മേളനം വിളിച്ച് പൂച്ചയ്ക്കുള്ള ഭക്ഷണം പോലും മാറ്റിവെക്കണം എന്ന തരത്തിൽ കരുതലിൻ്റെ അടയാളമായി ക്യാപ്റ്റനായി മാറിയത് ഈ ദുരന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ കൃത്യമായി ഫാബ്രിക്കേറ്റ് ചെയ്ത് ആ രീതിയിൽ പ്ലേസ് ചെയ്തത് PM മനോജും ഈ പറയുന്ന ബ്രിട്ടാസും അടങ്ങുന്ന മുഖ്യമന്ത്രിക്കൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളുകളാണ്. അതൊരു തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത്, അതൊരു കൃത്യമായ പൊളിറ്റിക്കൽ നീക്കമായിരുന്നു. അപ്പോൾ ഇത്തവണ അത്തരം നീക്കങ്ങൾ പോരാ. കാരണം അത് പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന് വലിയ തിരിച്ചടി കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും കരുതൽ, ക്യാപ്റ്റൻ, ഈ പറയുന്ന പെൻഷൻ, കിറ്റ്, ഇതൊന്നും നടക്കില്ല. ജനങ്ങൾക്ക് ഏറെക്കുറെ അത് മനസ്സിലായി. അപ്പോൾ അതിലും മേലെ എന്തെങ്കിലും വേണമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPM ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ CPM-ൻ്റെ വിജയത്തിന്, LDF-ൻ്റെ വിജയത്തിന് ആവശ്യം വരുന്ന ഘടകം. അതിൽ വികസനം പ്രധാനമാണ്. വികസനം എന്ന് പറയുന്നത് റോഡുകളുടെ വികസനം, പാലങ്ങൾ ഉണ്ടാക്കുന്നു, ഗ്രാമീണ റോഡുകൾ വികസിക്കുന്നു, അതൊക്കെ ജനങ്ങൾ നേരിട്ട് കാണുന്ന കാര്യമാണ്. അത് LDF-ന് ഒരു ഗുണകരമായ ഐറ്റമായിട്ട് മാറും. പക്ഷെ അതിനൊക്കപ്പുറം ഈ രാഷ്ട്രീയ വിവാദങ്ങൾ, രക്തസാക്ഷി, അത് തിരിച്ചടിയാകാനുള്ള ഒരുപാട് സാധ്യത. പയ്യന്നൂർ കഴിഞ്ഞ ദിവസം കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ ഒരു പുസ്തക പ്രകാശനത്തിന് വന്ന സഖാക്കളുടെ എണ്ണം ഞെട്ടിക്കുന്നതാണ്. അതിനുശേഷം MV ഗോവിന്ദൻ മാസ്റ്റർ അവിടെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയിട്ട് കാലിയായ കസേരകൾ നമ്മളവിടെ കണ്ടതാണ്. അപ്പോൾ CPM-ന് ഉള്ളിൽ തന്നെ നേതൃത്വത്തിനെതിരെ വലിയ രോഷമുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് നടന്നിരുന്നു. ഈ പയ്യന്നൂർ അത് തന്നെയാണ് പറഞ്ഞത്. തിരുവനന്തപുരത്ത് അത്ര ആരോപണം വരുന്നത്. ആ രക്തസാക്ഷിയായ CPM സഖാവിൻ്റെ അനിയൻ വിനോദ് കോൺഗ്രസിലേക്കാണ് പോയത്. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന അണികൾക്കും അനുഭാവികൾക്കും, തീവ്രമായിട്ട് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കും വെറുപ്പുണ്ടാക്കുന്ന ഒരുപാട് വൃത്തികേടുകൾ ഈ ഭരണ നേതൃത്വത്തിലുള്ളവർ, പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവർ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ എന്താണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ ഭരിച്ചാൽ, അല്ലെങ്കിൽ അതനുസരിച്ച് പാർട്ടി തത്വങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോയാൽ കേരളത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാവില്ല. ഇത് പാർട്ടിയിൽ നിന്ന് മാറി വലതുപക്ഷ വ്യതിയാനം സംഭവിച്ച് സംഘപരിവാറിനെ കൂടെ കൂട്ടി ഒരു ഹിന്ദു ലൈനിലേക്ക്, തീവ്ര ഹിന്ദുത്വ ലൈനൊക്കെ ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന തരത്തിലേക്കൊക്കെ മതനിരപേക്ഷ കേരളത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ വിവരം അറിയും. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ നികേഷ് കുമാറിനെ സംബന്ധിച്ച് നികേഷ് കുമാറിനുള്ള വെല്ലുവിളികൾ വളരെ വലുതാണ്. അപ്പോൾ ഇവർ ചെയ്യാൻ പോകുന്ന കാര്യം, ആദ്യം നിരവധി ഓൺലൈനുകൾ, നമ്മൾ കാണുന്ന പോലെയല്ല, ഒരു 1000-ലധികം ഓൺലൈൻ ചാനലുകൾ അതിവേഗത്തിൽ കേരളത്തിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. CPM-ൻ്റെ നിയന്ത്രണത്തിൽ, CPM-ൻ്റെ നേതൃത്വത്തിൽ. കേരളത്തിലെ CPM-ൻ്റെ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏരിയ കമ്മിറ്റികളിൽ ഉൾപ്പെടെ ഒരു വ്ളോഗിങ്ങിന് പറ്റിയ, അല്ലെങ്കിൽ ഒരു ക്യാമറ വെച്ച് സംസാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റുഡിയോകൾ, ചെറുകിട സ്റ്റുഡിയോകളുണ്ട്. ജില്ലാ കമ്മിറ്റികളിൽ വലിയ സ്റ്റുഡിയോ ആണ്, പ്രാദേശിക ഘടകങ്ങളിൽ അത്തരം സ്റ്റുഡിയോകൾ വരുന്നു എന്നാണ് അറിയുന്നത്. അപ്പോൾ സംസാരിക്കാൻ അറിയുന്ന ചെറുപ്പക്കാർ, സംസാരിക്കാൻ അറിയുന്ന പാർട്ടി അംഗങ്ങൾ, അവർ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും അതേക്കുറിച്ച് സംസാരിക്കും. ആ വിഷയത്തിൽ CPM-ന് ഫേവറബിളായിട്ട് സംസാരിക്കുകയും സോഷ്യൽ മീഡിയയിൽ അതൊരു പൊതു തരംഗമായി വരികയും ചെയ്യും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം ഞാൻ ഒന്നുകൂടി ഉദാഹരണമായിട്ട് പറയാം. രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ രാഹുലിന് ഇത്രയധികം പോലീസ് നടപടിയും CPM-ഉം BJP-യും ഒക്കെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഉയർന്നു വരാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്?
ഈ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾ അതുപോലെ പിന്തുണച്ചുകൊണ്ടാണ്. ഇപ്പൊ ഷിംജിത എന്ന് പറയുന്ന യുവതി അകത്ത് കിടക്കുന്നത് എന്തുകൊണ്ടാണ്? അതും സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കേരളത്തിൽ കൂടി എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. അപ്പോൾ സോഷ്യൽ മീഡിയ വിചാരിച്ചാൽ ഒരു കാര്യത്തെ മാറ്റിമറിക്കാനും താൽക്കാലികമായ ചില ലാഭങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കാനും കഴിയും. അത് ശാശ്വതമായിരിക്കില്ല, പക്ഷെ താൽക്കാലികമായിട്ട് പലതും സാധിക്കും. സോഷ്യൽ മീഡിയയിലൂടെ സുസ്ഥിരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന പൊളിറ്റിക്കൽ വിഷയങ്ങളും അല്ലെങ്കിൽ ആളുകളും ഒക്കെ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു 90 ദിവസത്തിൽ താഴെയുള്ളൂ തെരഞ്ഞെടുപ്പിന്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ സമയത്തിനുള്ളിൽ CPM വൽക്കരിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയ, അതാണ് MV നികേഷ് കുമാർ കാണുന്ന സ്വപ്നം. ചുവപ്പ് വൽക്കരിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയ, എവിടെ നോക്കിയാലും CPMന് അനുകൂലമായ പോസ്റ്റുകൾ, ഡയലോഗുകൾ, എഴുത്തുകൾ. CPMനെതിരായി എന്തെങ്കിലും ഒരു സംസാരം വന്നാൽ അവരെ നിശബ്ദരാക്കുന്ന വിധത്തിലുള്ള സൈബർ മൂവ്മെൻറ്റുകൾ, അതുപോലെ കൂടുതൽ ചാനലുകൾ, ഓൺലൈൻ മേഖലകളിലെ മുഴുവൻ ചാനലുകളെയും വിഴുങ്ങുന്ന തരത്തിലുള്ള സാമ്പത്തിക ഇടപെടൽ, അങ്ങനെയുള്ള പല പുതിയ പരിഷ്കാരങ്ങളും നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ വരാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. എന്തായാലും പണ്ട് വോട്ട് ചെയ്യാൻ നേരത്തെ വോട്ട് അപേക്ഷിച്ച് പോയപ്പോൾ കിണറ്റിലിറങ്ങി നാണം കെട്ടയാളാണ് നികേഷിൻ്റെ സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് MA ബേബിയൊക്കെ അടുക്കളയിൽ പോയി പാത്രം കഴുകുന്നത്. MA ബേബി ആരാ, ഒരു CPM നേതാവ് അടുക്കളയിൽ പോയി, ഒരു വീടിൻ്റെ അടുക്കളയിൽ പോയി പാത്രം കഴുകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നല്ലോ. അപ്പോൾ അത്തരം ഗിമ്മിക്കുകൾ നികേഷ് തുടരുകയാണെങ്കിൽ അത് CPMന് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതുപോലുള്ള നീക്കങ്ങളാണെങ്കിൽ അത് CPMന് വലിയ ഗുണം ചെയ്യും. കാരണം കേരളത്തിലിപ്പോൾ സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യുന്ന ജനങ്ങളെ മനസ്സിലാക്കി തുടങ്ങിയില്ലേ. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവരും സോഷ്യൽ മീഡിയ ഒരുപാട് ഉപയോഗിക്കുന്നവർ. നമ്മളിപ്പോൾ രാഹുലിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഹുലിൻ്റെ വിഷയത്തിൽ കണ്ടാണ് എത്രത്തോളമാണ് ജനങ്ങളെ പിന്തുണയ്ക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവരും മനസ്സിലാക്കിയില്ലേ ഈ CPMൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഇനി നികേഷ് കുമാർ വന്ന് വലിയൊരു വെള്ളപൂശൽ നടത്തിയതുകൊണ്ട് ജനങ്ങൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് CPMലേക്ക് വരുമോ എന്നുള്ളൊരു തോന്നലുണ്ട്. തിരികെ CPMലേക്ക് വരുമോ എന്നുള്ളതല്ല, പക്ഷേ ഇവിടെ ഇപ്പം കേരളം വലിയ ദുരന്തങ്ങളെ അഭിമുഖീകരിച്ച് ആ ദുരന്തങ്ങൾക്കിടയിൽ വലിയ സർക്കാർ വീഴ്ചകൾ ഉണ്ടായപ്പോഴാണ് ഇതേ ജനങ്ങൾ CPMനെ രണ്ടാമതും അധികാരത്തിലെത്തിച്ചത്. അപ്പം ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സാധിക്കാത്ത കാര്യമൊന്നുമല്ല. ഇപ്പം UDFനെ സംബന്ധിച്ച് UDFൽ ഇനി സീറ്റ് വിഭജനത്തോടനുബന്ധിച്ച തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയും അതിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ആ സമയം കൂടി CPM LDFയുടെ നേട്ടത്തിനായിട്ട് ഉപയോഗിക്കും. ഞാൻ പറയുന്നത് വെള്ളപൂശൽ മാത്രമല്ല, ഇടത് സർക്കാരിന് കീഴിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായി എന്ന തരത്തിലുള്ള നിരന്തരമായ പ്രചാരണങ്ങൾ, അതോടൊപ്പം സംഘപരിവാറിനെ എതിർക്കുന്ന വിധത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രൊപ്പഗണ്ട ഫിലിമുകൾ, ഷോർട്ട് ഫിലിമുകൾ പോലുള്ള സാധനങ്ങൾ. അങ്ങനെ കേരളത്തിൽ CPMന് ഇടതുപക്ഷത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ജയസാധ്യത കുറയ്ക്കുന്ന സകല വിഷയങ്ങളെയും ഓവർകം ചെയ്യാൻ ഉതകുന്ന വിധത്തിലുള്ള പല പൊളിറ്റിക്കൽ അജണ്ടകളും പൊളിറ്റിക്കൽ നീക്കങ്ങളും ഉണ്ടാകും. അപ്പോൾ കഴിഞ്ഞ ദിവസം റോഷി അഗസ്റ്റിൻ ഒരു ബൈക്ക് ഓടിച്ച് പരിവാരങ്ങളൊന്നുമില്ലാതെ തിരുവനന്തപുരം ടൗണിലൂടെ വണ്ടി ഓടിക്കുന്ന ഒരു വീഡിയോ മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ് സ്റ്റോറിയായി. അപ്പോൾ ഇത്രയും ലളിതമായ മന്ത്രിമാരോ പിണറായി സഭയിൽ എന്ന് പറഞ്ഞിട്ടാണ് CPMമാർ ഇത് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ സഖാക്കൾ അടുക്കളയിൽ കയറി പാത്രം കഴുകുമ്പോൾ കുടുംബത്തിൽ സഖാക്കൾ കുടുംബങ്ങളുടെ തരംഗമാകുന്നു. ഇത്തരത്തിലുള്ള പല പ്രൊപ്പഗണ്ടകളും ഇനി വരും. ഇനി കിറ്റുകൾ വരും, വീട്ടിലെത്തി പെൻഷൻ കൊടുക്കുന്ന ഫോട്ടോ വരും, അമ്മച്ചിമാർ മന്ത്രിമാരെ കെട്ടിപ്പിടിച്ച് മോനെ നീ വീണ്ടും തിരിച്ചു വരൂ എന്ന് പറയുന്ന സാഹചര്യം വരും. അതുപോലെ പാലങ്ങളുടെയും റോഡുകളുടെയും കേന്ദ്ര സർക്കാർ പണിത 6 വരിപ്പാതയിൽ വരെ മുഹമ്മദ് റിയാസിൻ്റെ പടം സൈഡിലൂടെ വരും. അങ്ങനെ പല 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 പരിപാടികളും CPMൻ്റെ പദ്ധതിയിലുണ്ട്. അതൊക്കെ പ്രചരിപ്പിക്കാൻ ഓൺലൈൻ ചാനലുകൾ, സോഷ്യൽ മീഡിയ സെറ്റപ്പ് ഒക്കെ അവർ വിലക്കെടുത്തിട്ടുണ്ട്. അപ്പം അത്രയും വലിയ പ്രചാരണ സംവിധാനങ്ങളാണ് CPMൻ്റെ ഭാഗത്തു നിന്ന് LDFൻ്റെ ഭാഗത്തു നിന്ന് വരാൻ പോകുന്നത്. അതിനെയൊക്കെ എങ്ങനെ UDF അതിജീവിക്കും, ഈ പ്രചാരണങ്ങൾ കൊണ്ട് എത്രത്തോളം ഗുണകരമാകും LDFന്, അത് എത്രത്തോളം UDFന് ദോഷമാകുന്നുള്ളത് കണ്ടറിയണം. പക്ഷേ ഇതുവരെ കാണാത്ത വലിയ പരീക്ഷണങ്ങളുമായിട്ടാണ് MV നികേഷ് കുമാറിൻ്റെ അടക്കം നേതൃത്വത്തിൽ CPM തെരഞ്ഞെടുപ്പ് പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നത്. അധികം വൈകാതെ നമുക്കത് കാണാൻ സാധിക്കും.